ദേവീമാഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നത് നാരായണീസ്തുതി എന്ന പ്രസിദ്ധ ഭാഗമാണ്. ശുംഭ-നിശുംഭവധത്തെ തുടർന്ന് ആഹ്ലാദചിത്തരായ ദേവന്മാരുടെ ദേവീസ്തുതിയും അതിന് മറുപടിയായി ഇനിയുള്ള കാലത്ത് താൻ ഏതെല്ലാം വിധത്തിൽ അവതരിക്കുമെന്ന ദേവിയുടെ പ്രവചനവുമാണ് പ്രധാനമായും 11-ാം അധ്യായം ഉൾക്കൊള്ളുന്നത്. നാരായണീസ്തുതി. ഋഷിരുവാച ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവന്നിപുരോഗമാസ്താം കാർത്യായനീം തുഷ്ടൂരിഷ്ടലാഭാ ദ്യുകാശിവക്ത്രാബ്ജ വികാസിതാശാ. കാർത്യായനീ ദേവിയെ സ്തുതിക്കുവാനായി ഇന്ദ്രനോടൊപ്പം അഗ്നിയാൽ നീതനായി ദേവന്മാരെല്ലാം എത്തിച്ചേർന്നു. ഇന്ദ്രനെയും അഗ്നിയെയും ദേവന്മാരുടെ കൂട്ടത്തിൽ പേരെടുത്തു പറഞ്ഞിരിക്കുന്നു. ഇവർ രണ്ടുപേരും വൈദിക കാലം മുതൽ വളരെ പ്രമുഖരായ ദേവതകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക ദേവതയാണ് ഇന്ദ്രൻ. ഋഗ്വേദത്തിൽ 1028 സൂക്തങ്ങളിൽ 250-ലും ഇന്ദ്രൻ സ്തുതിക്കപ്പെടുന്നു. അഗ്നിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അഗ്നിയാണ് ദേവന്മാരെ നയിക്കുന്നത്. വേദകാലം മുതൽ അഗ്നിയുടെ മഹത്വം പ്രത്യേകം പ്രഖ്യാപിക്കുന്നുണ്ട്. യാഗവേദിയിൽ കത്തിപ്പടരുന്ന അഗ്നിയില്ലാത്ത വേദപുരാണ ബ്രാഹ്മണ സ്മൃതികളൊന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. ഇന്ദ്രന് വേദം പരമപ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ 200-ലധികം സൂക്തങ്ങൾക്ക് അഗ്നി ദേവനാണ്. ഋഗ്വേദത്തിലെ ആദിമസൂക്തം തന്നെ അഗ്നിസ്തുതിയാണ്. അഗ്നി എല്ലാവർക്കും പ്രിയപ്പെട്ട കൂട്ടുകാരനും ബന്ധുവും മിത്രങ്ങൾക്ക് മിത്രവുമാണെന്ന് വേദം അഭിപ്രായപ്പെടുന്നു.